നമസ്കാരം. ഗുരുവായൂർ, മണലൂർ, ഒല്ലൂർ, തൃശൂർ, നാട്ടിക, ഇരിങ്ങാലക്കുട, പുതുക്കാട് എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നതാണ് തൃശൂർ. 1951 മുതൽ 2019 വരെ നടന്ന തിരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിച്ചാൽ CPI ആണ് മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ തവണ വിജയിച്ചത്. 10 തവണ CPI വിജയിച്ചപ്പോൾ 7 തവണ തൃശൂർ കോൺഗ്രസിനൊപ്പം നിന്നു. 1957 CPIയുടെ കൃഷ്ണനിലൂടെയാണ് മണ്ഡലത്തിൽ CPI തങ്ങളുടെ ജൈത്രയാത്ര തുടർന്നത്. 1984 മണ്ഡലത്തിൽ ആദ്യമായി കോൺഗ്രസ് ജയിക്കുന്നത്. അന്ന് കോൺഗ്രസിന്റെ PA ആന്റണി ആയിരുന്നു വിജയിച്ചത്. 1999 PC ചാക്കോയിലൂടെ കോൺഗ്രസ് വിജയം ആവർത്തിച്ചു. എന്നാൽ 96 VV രാഘവനിലൂടെ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ വീണ്ടും ഇടതുപക്ഷം വിജയിച്ചു. അടുത്ത തിരഞ്ഞെടുപ്പിലും രാഘവന് തന്നെയായിരുന്നു വിജയം. എന്നാൽ 99 വീണ്ടും CPI പരാജയം രുചിച്ചു. AC ജോസിലൂടെയായിരുന്നു UDFന്റെ വിജയം. 2004 CK ചന്ദ്രപ്പനിലൂടെ പക്ഷേ മണ്ഡലം തിരിച്ചു പിടിച്ചു. 2009 വീണ്ടും തോൽവി. അന്ന് PC ചാക്കോ ആയിരുന്നു കോൺഗ്രസിന് വേണ്ടി വിജയിച്ചത്. 2014 CN ജയദേവനിലൂടെ CPI മണ്ഡലം തിരിച്ചു പിടിച്ചു. 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അട്ടിമറി വിജയം മണ്ഡലത്തിൽ കോൺഗ്രസിന് നേടാനായി. CPIയുടെ രാജാജി മാത്യു തോമസിനെ 93,633 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് കോൺഗ്രസിന്റെ TN പ്രതാപൻ പാർലമെന്റിലേക്ക് ജയിച്ചു കയറിയത്. TN പ്രതാപൻ 4,15,089 വോട്ടും രാജാജി മാത്യു തോമസ് 3,21,456 വോട്ടുമാണ് നേടിയത്. BJPക്ക് വേണ്ടി ഇറങ്ങി സുരേഷ് ഗോപി പിടിച്ചത് 2,93,822 വോട്ടുകളും. ഇത്തവണ മണ്ഡലത്തിൽ ശക്തമായ ത്രികോണ പോരാട്ടത്തിനാണ് വഴിയൊരുങ്ങിയിരിക്കുന്നത്. UDFന് വേണ്ടി സിറ്റിംഗ് MP TN പ്രതാപനും LDFനായി VS സുനിൽകുമാറും BJPക്ക് വേണ്ടി സുരേഷ് ഗോപിയുമാണ് കളത്തിൽ. ഇക്കുറി എന്തു വില കൊടുത്തും മണ്ഡലത്തിൽ ജയിക്കുമെന്നാണ് BJP അവകാശപ്പെടുന്നത്. മണ്ഡലത്തിൽ സുരേഷ് ഗോപിയിലൂടെ ഉയർന്ന BJP വോട്ടുകൾ തന്നെയാണ് പാർട്ടിയുടെ ആവേശവും ആത്മവിശ്വാസവും. 2009 വെറും 54,000 വോട്ട് മാത്രമായിരുന്നു മണ്ഡലത്തിൽ BJPക്കുണ്ടായിരുന്നത്. എന്നാൽ 2014 1.2 ലക്ഷമായി. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ 2,93,822 വോട്ടായിരുന്നു സുരേഷ് ഗോപി മണ്ഡലത്തിൽ നേടിയത്. അതായത് 28.2% വോട്ട്. മണ്ഡലത്തിലെ ക്രിസ്ത്യൻ വോട്ടുകളും സുരേഷ് ഗോപിയുടെ പിന്തുണയുമെല്ലാം ഇത്തവണ താമര വിരിയാൻ കാരണമാകുമെന്നാണ് BJP പ്രതീക്ഷ പുലർത്തുന്നത്. അതേസമയം എല്ലാ വിഭാഗങ്ങളുമായി പ്രതാപൻ പുലർത്തുന്ന ബന്ധവും K കരുണാകരന്റെ തട്ടകമായിരുന്നു തൃശൂരിലെ കോൺഗ്രസിന്റെ സ്വാധീനവുമെല്ലാം ഇത്തവണയും പ്രതാപന് കാര്യങ്ങൾ അനുകൂലമാക്കുമെന്നാണ് UDF കണക്കുകൂട്ടുന്നത്. കഴിഞ്ഞ 6 മാസമായി തിരഞ്ഞെടുപ്പിൽ തന്നെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന പ്രതാപൻ കൂറ്റൻ ഭൂരിപക്ഷത്തിൽ തന്നെ വിജയിക്കുമെന്നും നേതൃത്വം അവകാശപ്പെടുന്നു. മണ്ഡലത്തിലെ VS സുനിൽകുമാറിന്റെ സ്വാധീനത്തിലാണ് LDF പ്രതീക്ഷ. സുനിലേട്ടനെ തൃശൂരുകാർക്ക് കൈവിടാനാകില്ലെന്ന് നേതാക്കൾ ആവർത്തിക്കുന്നു. ജനസ്വീകാര്യതയും ന്യൂനപക്ഷ വോട്ടുകളുമെല്ലാം സുനിലിന്റെ വിജയം ഉറപ്പാക്കുമെന്നാണ് നേതൃത്വം കരുതുന്നത്. നന്ദി.